നമ്മളുണ്ടാക്കി ബ്ലാക്ക് ഫോറസ്റ്റ് സിമ്പിൾ ആണ്. ഒന്ന് കണ്ടോക്കി. ഞാനല്ല ഉണ്ടാക്കിയത്, എന്റെ ക്ലാസ്സിൽ എന്റെ കൂടെ പഠിക്കുന്ന നെസറിനാണ്. ഓള് വീട്ടിൽ പോയപ്പോഴാണ് ഓൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി തന്നത്. സംഭവം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഇനി കണ്ടോളി, ഇനി കണ്ടില്ല എന്ന് പറയണ്ട. 250 ml അളവിന്റെ കപ്പിലാണ് നമ്മൾ അതിൽ പൊടികളൊക്കെ അളക്കാൻ പോകുന്നത്. 250 ml കപ്പിന്റെ 1/4 ഭാഗം കൊക്കോ പൗഡറും ബാക്കി 3/4 ഭാഗം മൈദപ്പൊടിയും പിഞ്ച് ഉപ്പ് പിഞ്ച് ബേക്കിംഗ് സോഡ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂട്ടി നല്ലോണം വിസ്ക് ഉപയോഗിച്ച് മിക്സ് ആക്കുക. അത് ഇങ്ങനെ നല്ലോണം മിക്സ് ആയി കണ്ടുതരാം. നമ്മൾ എന്ത് ചെയ്യുക, അടുക്കളയിൽ തുരപ്പനായിട്ടുള്ള അരിപ്പയെ ഒഴിച്ചണ്ടേ 3 പ്രാവശ്യത്തേക്ക് ഇങ്ങനെ തരിച്ചെടുക്കുക. നല്ലോണം തരിഞ്ഞോട്ടെ. ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ 1 മിനിറ്റിൽ ഇട്ടതാണ്. പിന്നെ അത് പറ്റാത്തവർക്കും അതങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാവാത്തവർക്കും വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് ഈ 7 മിനിറ്റോളം വരുന്ന ഈ വീഡിയോ. പിന്നെ നമ്മൾ ഇതിൽ ഓവനൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക്. പിന്നെ ഇവിടെ 4 കോഴിമുട്ട എടുക്കുക. നമ്മൾ 1 കിലോനാണ് കേക്ക് ഉണ്ടാക്കുന്നത്. വാനില എസൻസ് 1 ടീസ്പൂണോളം മാണ്ട കുറച്ച് ഇട്ടിച്ചു കൊടുക്കുക. പിന്നെ അതേമാതിരി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ബട്ടർ സ്കോച്ചിന്റെ എസൻസ് ഇട്ട് കൊടുക്കുക. ബട്ടർ സ്കോച്ചിന്റെ എസൻസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ബീറ്റർ എടുക്കുക. ബീറ്റർ ഓൺ ആക്കുക. നേരായിട്ട് കണ്ട് പതിപ്പിക്കുക. പതിച്ചിങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരല്ലേ അതിങ്ങനെ അതിക്ക് കുറച്ച് ഇങ്ങനെ തട്ടി ഇങ്ങനെ കൊടുത്താൽ ഇതെന്ത് സാധനം ഇങ്ങനെ ടൈറ്റായി വല്ലാത്ത ജാതിയും വരും. ഒന്നായിട്ട് ഒപ്പടരുതി കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒപ്പിട്ട അതിന്റെ നേക്കാണ് പോകുന്നത് നമ്മളോട് നസ്രീം പറഞ്ഞത്. ഇദ്ദേഹമാണ് ബാദുഷ. ഇവന് എന്റെ ഒപ്പം വന്നതാണ്. ഇവന് നമ്മളെ ക്ലാസ്സിൽ തന്നെയാണ്. എനിക്കൊരു ഹെൽപ്പിനായിട്ട് വന്നതാണ്. ഞാൻ ഒറ്റക്കാവണ്ടല്ലോ. സെക്കൻഡിന്റെ വീഡിയോയിൽ കൊടുക്കുന്ന തീരെ ഇഷ്ടമല്ലേ. ലോന് വേറെന്തോ വലിയ കേസാണല്ലോ. ആണോ അങ്ങ് കേൾക്കാണ്ടേ കുറച്ചൊരു 5 മിനിറ്റ് കൂടി ക്ഷമിക്കും. ഒരു 10 മിനിറ്റ്. പിന്നെ അവിടെ ഒരു പൂച്ച ഉണ്ട്. ഇനി ആ പൂച്ചന്റെ പേര് എന്താ നമ്മൾ നസ്രീനോട് വെച്ചപ്പോൾ ഓള് പറഞ്ഞത് അതിന്റെ പേര് പൂച്ച എന്നാണ്. എന്താ അല്ലേ ഓള് പറഞ്ഞത് അങ്ങനെ. നമുക്ക് അതൊന്നും അറിയില്ല. ഇനി ബൈ ദ വേ കം ടു ദ പോയിന്റ്. നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച പൊടി ഉണ്ടല്ലോ, അതേമാതിരി നമ്മൾ പിന്നെ രണ്ടാമത് പതിപ്പിച്ചെടുത്ത കോഴിമുട്ടയും പഞ്ചാരും പൊടിച്ച പഞ്ചാരും കൂട്ടി പതിപ്പിച്ചെടുത്ത ആ സംഭവത്തേക്ക് ഇങ്ങനെ കുറച്ച് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച പൊടി ഇങ്ങനെ ഇട്ടെടുത്ത് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഘട്ടത്തിൽ നിങ്ങൾ ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ആക്കാൻ പാടില്ല സുഹൃത്തുക്കളെ. ഇവന്റെ പേരാണ് റഷാദ്. ഇത് നമ്മൾ നസ്രീന്റെ നേരെ അനിയനാണ്. ആരത് താത്തൊക്കെ കേക്ക് ഉണ്ടാക്കിയാലുണ്ടോ? നാണായോ? അപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്ക് എന്ത് ചെയ്യുക, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചാണ് ഒന്നുകൂടി മിക്സ് ആക്കുക. ഒന്നായിട്ട് കുഴച്ചടിച്ച് ഔലുങ്കഞ്ഞാക്കി മിക്സ് ആക്കണ്ട. മെല്ലെ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി കേട്ടോ. കേക്ക് വേവിക്കാൻ പറ്റിയൊരു പാത്രം എടുക്കുക. അതിന്റെ അടിയിൽ സൺഫ്ലവർ ഓയിൽ തടവി കൊടുക്കുക. കേക്ക് വിട്ടു പോകണ്ടേ. അതിൽ നമ്മളെ മാവ് ഇങ്ങനെ കട്ടിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു പാത്രം 2 മുട്ടലങ്ങോട്ടാണ് മുട്ടി കൊടുക്കുക. അതിൽ എയർ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോവാനും വേണ്ടി അത് പൊട്ടിപ്പോവും. പിന്നെ നമ്മൾ ഗ്യാസ് ഉണക്കേണ്ട. അതിന്റെ മേലെ നല്ല ചെമ്പട്ടിന്റെ കട്ടിയുള്ള മൂടി വെച്ചാണ്ട് അതിന്റെ മേലെ വെച്ചാണ്ടാണ് നമ്മൾ കേക്ക് വേവിക്കുന്നത്. പാത്രം അതിന്റെ മേലെ വെച്ചാണ്ട് ഒരു കനുള്ള സംഭവം അതിന്റെ മേലെ വെച്ച് എയറൊക്കെ ടൈറ്റ് ആക്കിയാണ് സാധനം വേവിക്കാൻ വെച്ചത്. ബാദുഷയുടെ വമ്പം വെയിറ്റിംഗിലാണ് എന്തിന് കേക്കിന് വേണ്ടി. അവനൊരു കേക്ക് കൊതിയൻ തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഗ്യാപ്പിൽ കേക്ക് വേവാൻ എടുക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ ക്രീം പതപ്പിച്ച് എന്ത് ചെയ്യണം, സെറ്റ് ആക്കി വെക്കണം. നമ്മളെ ചെക്കന് ഇവിടെ ഒന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു അവിടെ സോഫയിൽ പോയി കടന്നുറങ്ങിക്കോ പറഞ്ഞു. അത് അവന് പറ്റണില്ല. പ്രസാദ് നമുക്ക് കട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഓരോ പൊടിയും പാത്രങ്ങളൊക്കെ എടുത്തന്നാണ്ട്. വിപ്പിംഗ് ക്രീം 300 ml നമ്മൾ അളന്നാണ്ട് നമ്മൾ പാത്രത്തേക്ക് ആക്കി അതിക്ക് കുറച്ച് വാനില എസൻസും കൂട്ടിയാണ്ട് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കുക. ബൈ ദ വേ വിത്ത് കൺക്ലൂഷൻ ഓഫ് ദി ഇന്ത്യ അവിടെ കേക്ക് വന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ ക്രീം ഉണ്ടാക്കുന്ന പരിപാടി. ഈ ബീറ്റർ ഇങ്ങനെ കറങ്ങണാണ് നല്ല രസമല്ലേ. ബീറ്റർ ഉണ്ടോ? ബീറ്ററുള്ള ഒരു കമന്റ് ഇട്ടോളി. ഡിറ്റർമിനേഷൻ, ഇന്റർപ്രിട്ടേഷൻ, കോൺസെൻട്രേഷൻ ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്താണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മധുരത്തിന് വേണമെങ്കിൽ കുറച്ച് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് ഒന്നുകൂടി പതിപ്പിച്ചെടുക്കുക. പഞ്ചാര കൊതിയന്മാർക്ക് വേണ്ടി ക്രീമിൽ മധുരം കമ്മിയാണെന്ന് തോന്നുന്നതൊക്കെ ഈ ഘട്ടത്തിൽ മധുരം കൂട്ടിക്കൊടുക്കാന്നാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ പറയപ്പെടുന്നത്. ക്രീം ഇക്കോലത്തിലായി കിട്ടണം. പൂച്ച അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. പൂച്ചനെയും കളിപ്പിച്ച് ബാദിഷ അവിടെ ഇരിക്കുന്നുണ്ട്. കേക്ക് ആവണത് കാത്തിരുന്ന് കേക്കിന്റെ അടുത്ത് പോയിട്ടുണ്ട് ബാദിഷ. എടാ കേക്ക് ആവാൻ അതിനൊരു സമയം കൊടുക്ക്, ഒരു 5 മിനിറ്റ് കൂടി. റഷാദേ ഇവന് കേക്കിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണേ. ആ പൂച്ചനെ പോയി കളിപ്പിച്ചു. ഈ തളക്കണത് പഞ്ചസാര അരിയിച്ച വെള്ളമാണ് ഈ തരിച്ചെടുക്കുന്നത്. അതായത് ഷുഗർ സിറപ്പ് റെഡി ആയി. 25 to 30 മിനിറ്റ് വരെയാണ് നമ്മൾ കേക്കിന് വേവിക്കാൻ കൊടുത്ത സമയം. ആദ്യം ഹൈ സ്പീഡിൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഫുൾ നമ്മൾ വേവിച്ചെടുത്തത്. കേക്കൊക്കെ ചട്ടിന്ന് സിമ്പിൾ ആയിട്ടാണ് വിട്ടു പോകുന്നത്. സ്പോഞ്ച് കേക്ക് നമ്മൾ ബോർഡ് നമുക്ക് മാറ്റി വെച്ച് ഇനി നമ്മൾ അതിന് 3 പേര് ഇട്ടുണ്ട്. അതായത് 3 ലെയർ ആയിട്ട് മുറിക്കാൻ പോകുന്നതാ. ഇതിങ്ങനെ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുക. ആ ലെയറോടെ മാറ്റിക്കുക. ഇനിയാണ് കുറച്ച് ചില്ലർ പരിപാടികളുണ്ട്. ഇനിയാണ് അലങ്കാര പരിപാടി അറിഞ്ഞില്ല. അതിന്റെ അടുത്ത് നമ്മളെ റഷാദ് എന്ത് ചെയ്യുക, ഓൻ വളർത്തുന്ന മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കേനി. ഞാനും പണ്ട് വളർത്തിന്. പക്ഷെ ഈ ജാതി ടൈപ്പ് ഒന്നുമില്ല. നമ്മളെ ചെറിയ ഗപ്പീസും ബ്ലാക്ക് മോളി, വൈറ്റ് മോളി, റെഡ് മോളി അതൊക്കെ. നിങ്ങളോട് ഏത് മോളി ബാധിച്ച തോട്ടക്ക് മുണ്ടേറ്റ് പോലെയല്ലോ മീൻ പിടിച്ചാനൊക്കെ. കണ്ണാമീൻ ബ്രാലൊക്കെ കിട്ടിയെന്ന് അവൻ പറഞ്ഞു. അത് പോട്ടെ, ഇങ്ങോട്ട് വരും, തിരിച്ചു വരും. കം ടു ദ പോയിന്റ്. നമ്മൾ ഇടക്കിടക്ക് വിഷയത്തിൽ നിന്നും തെന്നി മാറണ്ടോന്നൊരു സംശയം. എന്ത് ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റൂ. ഇനിയിപ്പത് കണ്ടോളി. കുറച്ച് ക്രീം അടിയിൽ പുരട്ടി കൊടുത്ത് ആദ്യത്തെ ലെയർ അങ്ങോട്ടാണ് വെച്ചെടുക്കുക. എന്നിട്ട് അതിന്റെ മേലെ ഷുഗർ സിറപ്പ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചെടുക്കുക. പിന്നെ അതിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, വിപ്പിംഗ് ക്രീം ആ ബാഗ് ആക്കി ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇങ്ങനെ നെക്കി പിഞ്ഞ് കൊടുക്കുക. എന്താ രസം ഇത് കാണാൻ. അതിങ്ങനെ ഒരേ അളവിൽ ഇങ്ങനെ കിട്ടും സംഭവം. അപ്പൊ ഇങ്ങനെ
അതിന്റെ മേലെ കൂടെ പിന്നെ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ ലെവലപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എന്തുട്ടാപ്പോ പിന്നെ നമ്മളെ ചോക്കോ ചിപ്സ് അത് അതിന്റെ ഇടയിൽ കുറച്ച് വേദന കണ്ടുകൊണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. കുറച്ച് ഷുഗർ സിറപ്പ് കുറച്ചധികം ഷുഗർ സിറപ്പ് അതിന്റെ മേലെ എല്ലായിടത്തും ഇങ്ങനെ വെതറി കൊടുക്കുക, തേച്ച് കൊടുക്കുക. അതാണ് ഈ രണ്ടാമത്തെ ലെയർ നമ്മൾ കേക്കിന് മേലത്തെ ഭാഗമാണ്, അതായത് പൊന്തി നിൽക്കുന്ന ഭാഗമാണ്. അത് നിങ്ങൾക്ക് വേണം കട്ട് ചെയ്താണ് നേരാക്കി എടുക്കുക. കട്ട് ചെയ്യണതാവും നന്നാവും, അപ്പോഴാണ് അതിന്റെ മേലെ വിട്ടുള്ളൂ. പിന്നെ അതിന്റെ മേലെ വിപ്പിംഗ് ക്രീം ഒരു ലോഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അതും എനിക്ക് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മളെ ചോക്കോ ചിപ്സ് അത് ഇട്ട് കൊടുക്കുക. പിന്നും സെയിം റിപ്പീറ്റ് മൂന്നാമത്തെ ലെയറും വെച്ചാണ്ട് എന്ത് ചെയ്യുക, ഷുഗർ സിറപ്പും തേച്ച് വിപ്പിംഗ് ക്രീമും സൈഡിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒന്നായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് ഒരു ആറാട്ടം നടത്തി ഒന്നായിട്ട് കലക്കസമാപാരട്ടി ആക്കുക. കേക്കിന്റെ സൈഡിൽ ക്രീമൊക്കെ അത്യാവശ്യം ഒരേ കട്ടിക്ക് തേച്ച് കൊടുക്കുക, നന്നായിട്ട് മിനിക്ക് സ്മൂത്ത് ചെയ്തെടുക്കുക. അതിന് നെസ്രീം പറഞ്ഞൊരു കലാപരിപാടി ഉണ്ട്. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കാർഡ് എടുക്കുക, എന്നിട്ട് ആ സൈഡിൽ അടുപ്പിച്ചും പിടിച്ചാണ് ഇത് ഇങ്ങനെ കറക്കി കൊടുത്തുള്ള സംഭവം മൃദുലമായിട്ട് ചന്ദ്രനിലാവിൽ ചന്ദ്രിക ഒത്തൊരു മാലക പോലെ ഒരു അങ്ങനെ എന്തെങ്കിലും കാണാതായി വരും. കണ്ടില്ലതാ ഇത് ഇങ്ങനെ ആയിക്കണേ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കട്ട ചോക്ലേറ്റ് ഈ കത്തി വെച്ച് നുറുക്കി ഇങ്ങനെ ഓരോ ചെറിയ പീസാക്കി അത് ഇങ്ങനെ ആക്കി എടുക്കുക. അതിന്റെ ഇടയിൽ ബാധിച്ച എത്ര കേക്കാവാത്ത ഇനി കേക്കാവാ എത്ര സമയത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഓനെ ഇത് തിന്നാൻ പൂതിയായിട്ട് നമ്മൾ നുറുക്കിയെടുത്ത ചോക്ലേറ്റ് പീസസുകൾ അതിന്റെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എല്ലായിടത്തും ആയിക്കോട്ടെ. ആണ്ടില്ലേ നല്ല ചൊറുക്കിലാണ്ടായി വരും. അതിന്റെ ഇടയിൽ നമ്മൾ നെസറിന്റെ നമുക്ക് പൊക്കവടൊക്കെ ഉണ്ടാക്കി പോകണമെന്ന് ബാധിച്ചൊക്കെ പൊക്കവട ഒന്നായിട്ട് എടുത്ത് തിന്നണമെന്നുണ്ട്. പക്ഷെ ഞാൻ ക്യാമറ മുടിച്ച് നിൽക്കണല്ലോ, സ്റ്റാൻഡേർഡ് വിട്ട് കളയാൻ പാടില്ലല്ലോ. ആയിക്കോട്ടെ അടുക്ക് ഒന്നെടുത്ത് തിന്നടൂ. കയ്യൊന്ന് മാറ്റുമോ? ഇന്റെ വേക്കൊന്ന് തിന്ന വീഡിയോ കേൾക്കാന്. ബീഫിന്റെ പക്കോട നല്ല കിണ്ണം ടേസ്റ്റ് ഉണ്ടോ. വലിയൊരുനാൾ കഴിഞ്ഞ ആ സമയത്ത് ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോയത്. അപ്പൊ ഉലുഹിയത്തിന്റെ ഇറച്ചി ആവാനാണ് സാധ്യത. പ്രസാദ എങ്ങോട്ട് ഉമ്മച്ചുണ്ടാക്കിയ പക്കോട സൂപ്പർ. എല്ലാ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാ ദിവസം എന്തേലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തിന്? ഇനി നമുക്ക് എന്ത് ചെയ്യുക, കേക്കിന് മുകളിൽ പുക്കിട്ട് കൊടുക്കുക, ഫ്ലവർ വരച്ചെടുക്കാന്ന്. ആ ബാഗിലൊന്നായിട്ട് ക്രീം നിരച്ചാണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ വരച്ചെടുക്കുക. ഈ സാധനം ഉണ്ടെങ്കിൽ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും പൂവൊക്കെ വരച്ചെടുത്ത് അതിന് മേലെ കുറച്ച് ചോക്ലേറ്റിന്റെ പീസും വെച്ചെടുത്ത് ഇനി ഒരു ചെറീസ് ഉണ്ടെങ്കിൽ അതിന്റെ നടുവിൽ വെച്ചെടുത്താൽ സംഭവം കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാണ്ടാണ് തിന്നണം. അപ്പോഴാണ് ആ കേക്ക് മിസ്റ്റർ പെർഫെക്റ്റ് ആവുള്ളൂ. ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കിടന്നാണ്ട് ആ തണുപ്പിൽ അതിന്റെ ഉള്ളിലുള്ള ഷുഗർ സിറപ്പൊക്കെ എല്ലായിടത്തേക്ക് ഇറങ്ങി അതിന്റെ ഫ്ലേവറുകളൊക്കെ എല്ലായിടത്തേക്ക് ആയി വരുള്ളൂ. എന്നിട്ട് കട്ട് ചെയ്ത് കഴിക്കണം. നല്ല മൃദുലമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. ഞാനും റഷാദാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടോളി. ബാധിച്ച് എന്ത് ചെയ്ത് ബാക്കിയുള്ള കേക്ക് ഓന് പെട്ടിയിലാക്കിയാണ് ഓൻ പെരയെ കൊണ്ടുപോകുന്ന പറഞ്ഞാണ്ട് ഒന്നായിട്ട് പൊതിഞ്ഞെടുത്തത്. അപ്പോൾ ശരി, ഓക്കെ.